ഹലോ ഗൈസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUT എക്സാമിൻ്റെ പാറ്റേണിനെ പറ്റിയാണ്. മെയ് 15 മുതൽ മെയ് 31 വരെ CUT എക്സാം നടക്കാൻ പോവുകയാണ്. ഇറ്റ് ഈസ് ബെറ്റർ നമ്മുടെ ഈ എക്സാമിൻ്റെ നെറ്റിഗ്രിറ്റിയെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. അതായത് ഈ എക്സാം എങ്ങനെയാണ് നടക്കുന്നത്, MCQ ബേസ്ഡ് ആണോ, അതേപോലെ ഇതിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് എങ്ങനെയാണ്, ഇതേപോലുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു ഡീറ്റെയിൽ അനാലിസിസ് എന്തായാലും വേണം. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനെപ്പറ്റിയായിരിക്കും. ഓക്കെ, ലെറ്റ്സ് മൂവിങ് ടു ദ സ്ലൈഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, മോഡ് ഓഫ് ദ ടെസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ്. ഹൈബ്രിഡ് മോഡിലായിരിക്കും ഈ പ്രാവശ്യത്തെ എക്സാം നടക്കുന്നതാണ് CUT പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറ്റ് വിൽ ബി ബോത്ത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓർ പെൻ ആൻഡ് പേപ്പർ. അതിന് കുറച്ച് കണ്ടീഷൻസ് വാട്ട് വി എക്സ്പെക്ട് ഇസ് ദാറ്റ് എണ്ണം കൂടിയ പരീക്ഷ, അതായത് നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പോലുള്ള പരീക്ഷ, അതേപോലെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഒത്തിരി ഇല്ലാത്ത റൂറൽ ഏരിയാസ്, അവിടെയൊക്കെ ഈ ഒരു പക്ഷേ പെൻ ആൻഡ് പേപ്പറിൽ പരീക്ഷ നടക്കാം. ആസ് ഫാർ ആസ് കേരള ഈസ് കൺസേൺ, കൂടുതലും നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെ ആയിരിക്കും, ബിക്കോസ് നമുക്ക് കണക്ടിവിറ്റിയും കാര്യങ്ങളിലൊന്നും കുഴപ്പമില്ല. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദ ടെസ്റ്റ് പാറ്റേൺ. ഏത് രീതിയിലാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്? ഇറ്റ് ഈസ് മെൻഷൻ ദാറ്റ് ഇറ്റ് വിൽ ബി ഒബ്ജക്റ്റീവ് ടൈപ്പ് വിത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അതായത് ഒരു ചോദ്യം കാണും, അതിൽ 4 ഓപ്ഷൻ കാണും, അതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ നമുക്ക് തോന്നുന്നത്, വി ഹാവ് ടു സെലക്ട് ഇറ്റ്. ദെൻ കംസ് ദ മീഡിയം. ഏതൊക്കെ മീഡിയത്തിൽ നമുക്ക് പരീക്ഷ എഴുതാം, അതായത് ചോദ്യം വരുന്ന ഭാഷ, ഓപ്ഷൻസ് വരുന്ന ഭാഷ. അത് നോക്കുവാണെങ്കിൽ വി ഹാവ് 13 ലാംഗ്വേജസ്. ആസാം ഉണ്ട്, ബംഗാളി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അതേപോലെ തെലുഗു, ഉറുദു, ഈവൻ മലയാളം പോലെ 13 ലാംഗ്വേജസിൽ നമുക്ക് ഈ ടെസ്റ്റ് എടുക്കാൻ പറ്റും. ദെൻ കംസ് ദി സബ്ജക്ട്സ്. ലാംഗ്വേജ് പേപ്പേഴ്സ് ഉണ്ട്, ഡൊമൈൻ സബ്ജക്ട്സ് ഉണ്ട്, ജനറൽ ടെസ്റ്റും ഉണ്ട്. ലാംഗ്വേജ് ടെസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വി ഹാവ് അറൌണ്ട് 33 ലാംഗ്വേജസ്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്നാലും ഒരു ലാംഗ്വേജ് സബ്ജക്റ്റിൽ ഓൺ ദ ഹോൾ സിലബസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഒരു റീഡിങ് കോംപ്രിഹെൻഷൻ കാണും, അതായത് ഒരു കോംപ്രിഹെൻഷൻ തരും, അത് നമുക്ക് വായിച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് ആൻസേഴ്സ് എഴുതണം. അതിനുശേഷം നമ്മുടെ ലിറ്റററി ആപ്റ്റിറ്റ്യൂഡും വൊക്കാബുലറിയും ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല പല ചോദ്യങ്ങൾ കാണും. ദെൻ കംസ് ദ ഡൊമൈൻ സബ്ജക്ട്സ്. ഡൊമൈൻ സബ്ജക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ ആഗ്രഹിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഫിസിക്സ് വേണമെന്നായിരിക്കും, അല്ലെങ്കിൽ മാത്സ് വേണമെന്നായിരിക്കും, പൊളിറ്റിക്കൽ സയൻസ് വേണമെന്നായിരിക്കും. ആ സബ്ജക്റ്റിൻ്റെ ഏകദേശം +2 സിലബസിൽ ഉള്ളതാണ് നമ്മുടെ ഡൊമൈൻ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ ആകെപ്പാട് ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാവശ്യം CUT കൊടുത്ത സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ NCERT നിന്ന് ഡിലീറ്റഡ് ആയ കുറച്ച് ഏരിയാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കെമിസ്ട്രി, ഫിസിക്സിലൊക്കെ. അതും CUTയുടെ എൻട്രൻസ് എക്സാമിനകത്ത് വരാൻ സാധ്യതയുണ്ട്. ദെൻ കംസ് ദ ജനറൽ ടെസ്റ്റ്. ജനറൽ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ വി ഹാവ് എ പേപ്പർ ഓൺ ജനറൽ നോളജ്, കറണ്ട് അഫെയർസ്, മെൻ്റൽ അബിലിറ്റി, മാത്സ്, ലോജിക്കൽ അനാലിസിസ്. ഇതേപോലുള്ള ചോദ്യങ്ങളാണ് ഈ 3 പേപ്പേഴ്സിൻ്റെ ഒരു ബേസിക് ലെവലിലുള്ള സിലബസ് വരുന്നത്. മൂവിങ് ഫോർവേഡ്, സബ്ജക്ട്സ് ആൻഡ് ദ ചോയ്സ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ CUT എക്സാം. എങ്ങനെ ഈ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കാം, അതിനെപ്പറ്റി എന്തായാലും നമ്മൾ ഡീറ്റെയിൽഡ് സെഷൻ പുറകെ ചെയ്യുന്നതായിരിക്കും. നൗ ഐ വിൽ ഗീവ് എ ഗ്ലിംസ് ഓഫ് how we can do it. ഇപ്പോൾ ടോട്ടൽ സബ്ജക്ട്സ് നോക്കുകയാണെങ്കിൽ we can understand there are around 61 subjects. എല്ലാം കൂടി ചേർത്ത് നമുക്കൊരു 61 സബ്ജക്റ്റ് ഉണ്ട്. അതിലെ 33 എണ്ണം ഇറ്റ്സ് ലാംഗ്വേജസ്. ദെൻ വി ഹാവ് 27 ഡൊമൈൻ സബ്ജക്ട്സ്, അതായത് നമ്മുടെ ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, അതേപോലെ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള 27 എണ്ണം ഉണ്ട്. ദെൻ 1 ജനറൽ ടെസ്റ്റ്. ഇതിൻ്റെ സിലബസിനെ പറ്റി ഞാനൊരു ഹൈലൈറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി എത്ര സബ്ജക്റ്റുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം? മാക്സിമം ഓഫ് 6 ടെസ്റ്റ് പേപ്പേഴ്സ്, അതായത് നമുക്ക് 6 എണ്ണം വരെ, ദാറ്റ് ടു ഇൻ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇവിടാണ് നമുക്കൊരു ക്യാച്ച് ഉള്ളത്. ക്യാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സബ്ജക്ട്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സ് വേണം എന്നുള്ള അടിസ്ഥാനത്തിലായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ വേണ്ടതെന്നിരിക്കുക. അവിടുത്തെ കണ്ടീഷൻസ് വെച്ചിട്ട് യു ഹാവ് ടു സെലക്ട് 4 ഡൊമൈൻ പേപ്പേഴ്സ്. ദാറ്റ് ഈസ് കമ്പൽസറി. 4 ഡൊമൈൻ പേപ്പറുകൾ എന്തായാലും സെലക്ട് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ അവരുടെ റാങ്കിങ്ങിൽ നിങ്ങൾക്ക് ലിസ്റ്റ് വരത്തുള്ളൂ. മാക്സിമം ഓഫ് 6 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാൻ വേണമെങ്കിൽ 6 എണ്ണം എടുക്കേണ്ട, കുറച്ച് സബ്ജക്റ്റ് എടുത്താൽ മതിയോ എന്നുള്ളത്. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദർ വിൽ ബി റാങ്ക് ലിസ്റ്റ് ബേസ്ഡ് ഓൺ യുവർ സ്കോർ. സോ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ദാറ്റ് യു സെലക്ട് 6 സബ്ജക്ട്സ് ഇറ്റ്സെൽഫ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാതെ ഇരിക്കാം. ഓക്കെ, ദെൻ അതാണ് പറഞ്ഞത്, കാൻഡിഡേറ്റ്സ് മേ ചൂസ് എ മാക്സിമം ഓഫ് 6 സബ്ജക്ട്സ്.
including Indian languages as well as foreign languages. And it is advisable for candidate to select at least one language. Language പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കമ്പൽസറി പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റി DU എടുക്കുവാണെങ്കിൽ അവിടെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ദേ ഷുഡ് നോ ദാറ്റ് യു ആർ പ്രൊലിഫിഷ്യൻറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ നോട്ട്. ആ രീതിയിലാണ് നമ്മൾ സബ്ജക്ട്സുകൾ ഇതിനകത്ത് തിരഞ്ഞെടുക്കുന്നത്. നൗ we have to discuss how many questions we should attempt. അതിനകത്ത് നമുക്ക് ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ് CUETയിലെ ഒരു നോർമൽ ലാംഗ്വേജ് പേപ്പറും ഡൊമൈൻ പേപ്പറിലും വരുന്ന ചോദ്യത്തിൻ്റെ എണ്ണം. അതിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന ആദ്യത്തെ 40 ചോദ്യങ്ങളായിരിക്കണം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് 40 കഴിഞ്ഞ് പിന്നെ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ന്യൂമറിക്കൽ ഓർഡറിൽ ആദ്യമേ അറ്റംപ്റ്റ് ചെയ്ത 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ റാങ്കിങ്ങിലേക്ക് പോകുന്നത്. ഓക്കെ, ദെൻ ഒരു പേപ്പറിന് യു വിൽ ബി ഹാവിങ് 45 മിനിറ്റ്സ്. അതായത് ഒരു 40 ചോദ്യം നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ കിട്ടുന്ന സമയം 45 മിനിറ്റ്സ് ആണ്. ഇതിൽ ചെറിയൊരു വ്യത്യാസമുള്ള കുറച്ച് സബ്ജക്ട്സ് ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യാനുള്ളൂ. ഫോർ എക്സാമ്പിൾ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ഫിസിക്സ്, കമ്പ്യൂട്ടർ, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അപ്ലൈഡ് മാത്തമാറ്റിക്സ്, ഇങ്ങനെയുള്ള പേപ്പേഴ്സിനാണെങ്കിൽ യു വിൽ ബി ഗിവൺ 60 മിനിറ്റ്സ്. പിന്നെ വരുന്നൊരു പേപ്പറാണ് ദി ജനറൽ ടെസ്റ്റ്. ജനറൽ ടെസ്റ്റിനുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വി ഹാവ് 60 ക്വസ്റ്റ്യൻസ്. നമുക്കൊരു 60 ചോദ്യം അവിടെ ഉണ്ട്. അതിൽ നമുക്ക് 50 എണ്ണമാണ് അറ്റംപ്റ്റ് ചെയ്തത്. അതിൻ്റെ സമയവും ഇറ്റ് വിൽ ബി 60 മിനിറ്റ്സ്. ആ ഒരു രീതിയിലാണ് നമുക്ക് എത്രമാത്രം ചോദ്യങ്ങളും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് നോക്കേണ്ടത്. ദെൻ സബ്ജക്ട്സ്, ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. 33 ലാംഗ്വേജും 27 സബ്ജക്റ്റും ആണ് നമുക്കുള്ളത്. 40 ക്വസ്റ്റ്യൻസ് ടു ബി അറ്റംപ്റ്റഡ് ഔട്ട് ഓഫ് 50 ഇൻ ഈച്ച് ലാംഗ്വേജ്. ജനറൽ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ for any such undergraduate programs being offered by universities where a general test is being used for admission. അതായത് ചില യൂണിവേഴ്സിറ്റീസ് വ്യക്തമായിട്ട് പറയും നിങ്ങൾ ജനറൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം. അതായത് നമ്മുടെ BA കോഴ്സുകളിൽ പലതും അവരൊരു ലാംഗ്വേജ് പേപ്പറും അതേപോലെ ജനറൽ ടെസ്റ്റും നിങ്ങൾ കമ്പൽസറി ആയിട്ട് എടുക്കണമെന്ന് പറയാറുണ്ട്. സോ ആ ഒരു സ്ഥലങ്ങളിൽ നമ്മൾ ജനറൽ ടെസ്റ്റ് എടുക്കുക തന്നെ വേണം. അവിടെ നമുക്ക് വി ഹാവ് ടു അറ്റംപ്റ്റ് 50 ക്വസ്റ്റ്യൻസ് ഫ്രം എ ടോട്ടൽ ഓഫ് 60 ക്വസ്റ്റ്യൻസ്. ദ സിലബസ്, സിലബസിനെ പറ്റി ഞാൻ ഒന്ന് പറഞ്ഞതാണ്. എനിവേ ഐ വിൽ ബി കോംപ്രിഹെൻസീവ്ലി ഡീലിംഗ് ഹിയർ. ഇപ്പോൾ ലാംഗ്വേജ് നോക്കുവാണെങ്കിൽ ലാംഗ്വേജ് ടു ബി ടെസ്റ്റഡ് ത്രൂ റീഡിങ് കോംപ്രിഹെൻഷൻ. അതായത് നമ്മളൊരു കോംപ്രിഹെൻഷൻ വായിച്ച് അത് മനസ്സിലാക്കി ആൻസർ കൊടുക്കണം. ആൻഡ് ദാറ്റ് വിൽ ബി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പാസേജസ്. ഒരേ ടൈപ്പ് ആയിരിക്കണമെന്നില്ല. ഫാക്ച്വൽ, ലിറ്ററലി, നറേറ്റീവ്, പല രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും അതിൽ നിന്നും ദർ വിൽ ബി കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് വിച്ച് ടെസ്റ്റ് നമ്മുടെ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയെ അവരവിടെ ടെസ്റ്റ് ചെയ്യും. ഓൾസോ ദർ വിൽ ബി ആപ്റ്റിറ്റ്യൂഡ് ആസ് വെൽ ആസ് വൊക്കാബുലറി. ഓൾസോ നമ്മുടെ വൊക്കാബുലറിയുടെ സ്ട്രെങ്ത്തും കാര്യങ്ങളും അളക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യമായിരിക്കും ലാംഗ്വേജ് വരുന്നത്. ഡൊമൈൻ ടെസ്റ്റ് ഓരോന്നിൻ്റെയും വ്യക്തമായി, ആക്ച്വലി ദിസ് ഈസ് +2 സിലബസ്. എന്തുകൊണ്ട് നമ്മൾ വെബ്സൈറ്റിൽ കയറി ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ്ജക്റ്റും റെഫർ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം is because certain subjects like chemistry, physics, etc. NCERTയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ഏരിയയിൽ നിന്നും സിലബസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ഒരു ഏരിയാസ് സ്പെസിഫിക്കലി തിരഞ്ഞു പിടിച്ച് അതും നമ്മൾ ഇവിടെ പഠിക്കേണ്ടി വരും. ദാറ്റ് ഈസ് വൈ യു ഷുഡ് റെഫർ. ഈ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ഗോ ടു ദിസ് വെബ്സൈറ്റ് ഇൻ വിച്ച് ഓരോ സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് സിലബസ് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ദെൻ കംസ് ജനറൽ ടെസ്റ്റ്. ജനറൽ ടെസ്റ്റിലാണ് ഫർദർ നമുക്ക് കുറച്ച് എന്താണ് പറയേണ്ടത്, ലോക കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ. അതായത് അതിൽ നമുക്ക് വ്യക്തമായി ജനറൽ നോളജ് വരും. അതേപോലെ കറണ്ട് അഫെയർസ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ആൻഡ് അറൗണ്ട് ദ വേൾഡ്, അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. അവർ മാത്സ്, ന്യൂമറിക്കൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് പോലെ മാത്സിൽ നിന്ന് പലതരം ചോദ്യങ്ങളുണ്ടാവും. along with also we have logical and analytical reasoning. ഈ ഒരു രീതിയിലാണ് ഈ പരീക്ഷയുടെ സിലബസ് പോകുന്നത്. ഫർദർ നോക്കുവാണെങ്കിൽ എലിജിബിലിറ്റി, ആർക്കൊക്കെ ഈ പരീക്ഷ എഴുതണമെന്നുള്ളൊരു ധാരണ വേണ്ട. CUETയിൽ പറയുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഏജ് ലിമിറ്റ് ഒന്നും അവർ പ്രത്യേകിച്ച് പറയുന്നില്ല. ഒരു +2 ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടോ, +2 എക്സാം നിങ്ങൾ പാസ് ആവുന്നുണ്ടോ, നിങ്ങൾക്ക് CUET എക്സാം എഴുതാം. പക്ഷേ അവരതിനകത്ത് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, you should also refer the colleges or the university in which you want to apply. അതായത് യൂണിവേഴ്സിറ്റീസ് വ്യക്തമായിട്ട് ഏതെങ്കിലും പ്രായപരിധി പറയുന്നുണ്ടോ, ഇറ്റ് ക്യാൻ വേരി അക്കോർഡിംഗ് ടു യൂണിവേഴ്സിറ്റീസ്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ നിങ്ങളുടെ CUETക്കകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദ എലിജിബിലിറ്റി. ദെൻ കംസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് വിച്ച് മെനി പീപ്പിൾ മിസ്, ദാറ്റ് ഈസ് ദ മാർക്കിംഗ് സ്കീം. ഇതിൽ കുറച്ച് ട്രിക്കുകളും കാര്യങ്ങളും ഉണ്ട്. എന്തായാലും
എന്തായാലും പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ് വിൽ ബി ഹാവിങ് 4 ഓപ്ഷൻസ്. അതിൽ നിന്ന് നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്ന് തോന്നുന്ന ഉത്തരം നമുക്ക് തിരഞ്ഞെടുക്കാം. സോ നൗ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഏതൊരു എക്സാം എഴുതുന്ന ഒരാളുടെയും ഫസ്റ്റ് തോട്ടാണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലെങ്കിൽ മാക്സിമം ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാമെന്നൊരു ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് മാർക്കുമുണ്ട്, നെഗറ്റീവ് മാർക്കുമുണ്ട്. ഒരു ചോദ്യം ശരിയായി കഴിഞ്ഞാൽ യു വിൽ ബി അവാർഡഡ് +5. 5 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ശരിയായാൽ. തെറ്റിയാലോ -1, 1 മാർക്ക് പോവുകയും ചെയ്യും. ദാറ്റ് ഈസ് ദ മെയിൻ സ്കീം. ഇനി ഒരു പക്ഷേ നിങ്ങൾ ഉത്തരം എഴുതിയില്ല, യു ലെഫ്റ്റ് ഇറ്റ് ആസ് സച്ച്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, മാർക്കൊന്നും പോവുകയില്ല. ഇനിയാണ് കുറച്ച് പെക്യൂലിയർ സിറ്റുവേഷൻസ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യത്തിന് ഫോർ എക്സാമ്പിൾ മാത്സും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ദർ ആർ ചാൻസസ് ഇൻ വിച്ച് മോർ ദാൻ 1 ഓപ്ഷൻ ഈസ് കറക്റ്റ്. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ ചിലപ്പോൾ ശരിയാകും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ ആ ചോദ്യം അറ്റംപ്റ്റും ചെയ്തിട്ടുണ്ട്, ആ കറക്റ്റ് ഓപ്ഷൻ ഏതെങ്കിലും ഒരെണ്ണമാണ് മാർക്ക് ചെയ്തിരുന്നുണ്ടെങ്കിൽ യു വിൽ ബി അവാർഡഡ് 5 മാർക്സ്. ദെൻ കംസ് അനദർ സിറ്റുവേഷൻ, ഇഫ് ഓൾ ഓപ്ഷൻസ് ആർ ഫൗണ്ട് ടു ബി കറക്റ്റ്. ഇതൊക്കെ പെക്യൂലിയർ ഓപ്ഷൻസ് ആണ്, ചിലപ്പോൾ ഇങ്ങനെ നടക്കണമെന്നില്ല, ബട്ട് വി നെവർ നോ, ഇറ്റ് ക്യാൻ ഹാപ്പൻ ഓൾസോ. അപ്പോൾ എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 5 മാർക്സ് വിൽ ബി അവാർഡഡ് ഫോർ ഓൾ ദോസ് ഹു ഹാവ് അറ്റംപ്റ്റഡ് ദ ക്വസ്റ്റ്യൻ. ആ ചോദ്യം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ യു വിൽ ബി ഗെറ്റിംഗ് മാർക്ക്. അപ്പോൾ അതിൻ്റെ ഒരു നേരെ ഓപ്പോസിറ്റ് ഒരു സാഹചര്യം എന്താണ്? ഇഫ് നൺ ഓഫ് ദി ഓപ്ഷൻസ് ഈസ് ഫൗണ്ട് റൈറ്റ്. ഇപ്പോൾ ഓപ്ഷൻസ് ഒന്നും കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല, നൺ ഓഫ് ദി ഓപ്ഷൻസ് ഈസ് ഫൗണ്ട് ആസ് കറക്റ്റ്. അങ്ങനെ വരികയാണെങ്കിലും ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഡ്രോപ്പ്. ആ ചോദ്യങ്ങൾ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു സാഹചര്യം എന്താണ്? Then all candidates who have attempted the dropped question will be given. So this shows that നമ്മൾ എത്രമാത്രം ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നു, the more better. കാരണം ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങൾ ഡ്രോപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ശരിയോ സാഹചര്യങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ there is a high chance you will be awarded with 5 marks. ഏതൊരു പരീക്ഷയിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം ആ എക്സാമിൻ്റെ പാറ്റേൺ ആണ്. എക്സാമിൻ്റെ പാറ്റേൺ ഈ ഒരു സെഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയേണ്ട ഒരു എക്സാമിൻ്റെ സ്ട്രാറ്റജിയാണ്. എങ്ങനെ നമുക്ക് ആ എക്സാംസ് ക്ലിയർ ചെയ്യാം, അതിന് ഏതൊക്കെ രീതിയിൽ പഠിക്കണം, എങ്ങനെയൊക്കെ എക്സാംസ് എടുക്കണം. സോ നമുക്ക് ഈ ഒരു ചാനലിൽ കൂടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച പ്രമുഖരായ ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, അതേപോലെ പഠിച്ച വിദഗ്ധരായ എക്സ്പേർട്സിൻ്റെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഈ CUT എക്സാം ക്രാക്ക് ചെയ്യാൻ കൂടുതൽ സഹായം കിട്ടും. ഫോർ മോർ അപ്ഡേറ്റ്സ് നിങ്ങൾ ഈ ചാനൽ വരുന്ന ഇനിയുള്ള വീഡിയോസ് റെഗുലറായിട്ട് കാണുക. താങ്ക് യു.